50-നുള്ളിൽ പെൺകുട്ടികളുള്ള ഒരു സദസ്സിൽ ഒരു പുരുഷനെയെങ്കിലും ഒരിക്കലെങ്കിലും എൻ്റേതെന്ന് മനസ്സിൽ വിചാരിക്കാത്ത ആരെങ്കിലും ഇതിലുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു 8-9 കുട്ടികളല്ലാത്ത മുഴുവൻ കുട്ടികളും പ്രണയത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളും പുതുതലമുറയും മുന്നോട്ട് വെക്കുന്ന ഫേക്കായ പ്രണയത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് എന്ന് സമ്മതിക്കേണ്ടായി. അടുത്ത ചോദ്യം, 22-23 വയസ്സായ മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികളോട് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വിവാഹം കഴിക്കുന്നില്ല എന്നാണ് അവരുടെ മഹാഭൂരിപക്ഷത്തിൻ്റെയും പ്രതികരണം. പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ വിവാഹം വേണ്ട എന്നൊരു നിലപാട് രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമികമായി വിവാഹം എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും സാഹചര്യം എത്തിയാൽ അത് ഒരു വാജിബായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. 2 വ്യാഖ്യാനങ്ങളാണ് ബാഅത്തിന് പണ്ഡിതന്മാർ കൊടുത്തത്. ഒന്ന്, ലൈംഗികമായ ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും താല്പര്യങ്ങളും അത് വഴിതെറ്റി സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ശരിയായ രീതിയിൽ നിർവഹിക്കാനുള്ള വഴി നിങ്ങൾ നോക്കണം, അഥവാ വിവാഹം കഴിക്കണം. മറ്റൊന്ന്, ആവശ്യമായ സംരക്ഷണവും ചുമതലകളും നിർവഹിക്കാവുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കണം എന്നിങ്ങനെ 2 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ആണിനോടും പെണ്ണിനോടുമുള്ള പൊതുവായ നിർദ്ദേശത്തിൽ പ്രവാചകൻ അതിന്റെ കാരണമായി പറഞ്ഞത് ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, നിങ്ങളുടെ കണ്ണുകളെ തിന്മയിൽ നിന്ന് അടക്കി നിർത്താൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും. വഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ലൈംഗികാവയവത്തെ ഏറ്റവും സുരക്ഷിതമായി നിർത്താനും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് അവരുടെ സ്വകാര്യതയിൽ ലൈംഗികമായ ആവശ്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അത്തരം മേഖലകളിൽ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വിവിധങ്ങളായ കാരണങ്ങളാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അനുബന്ധം പറഞ്ഞു, വമല്ലം യസ്തതി, അങ്ങനെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, അവൻ നോമ്പിലൂടെ അവന്റെ മനോനിലയെയും മാനസികാവസ്ഥയെയും പരിപാലിക്കട്ടെ എന്നാണ്. അപ്പോ പ്രവാചകന്റെ സ്വഹാബത്തിന് പ്രവാചകന്റെ മിമ്പറിലും പ്രവാചകന്റെ ക്ലാസ്സുകളിലും പഠിപ്പിച്ച ഒരു വിഷയം എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം എടുക്കുന്നത്. പലപ്പോഴും ഇതൊരു വിഷയമായി പെൺകുട്ടികൾ ഇങ്ങനെ പൊതുവായി തീരുമാനം എടുക്കുന്നു. ആൺകുട്ടികളുടെ വിവാഹ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് അത്ര തന്നെ ശ്രദ്ധയും ആവേശമൊന്നും പൊതുവെ ഉണ്ടാകാറില്ല, ആശങ്കകളും പൊതുവെ ഉണ്ടാകാറില്ല. ഒരു പ്രായം കഴിയുമ്പോൾ ആശങ്ക ഉണ്ടാകും. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അബദ്ധങ്ങളിലും വീഴ്ചകളിലും ഒക്കെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുമാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വിവാഹം ഓരോ വ്യക്തിയും കഴിക്കലല്ല, വിവാഹം കഴിപ്പിക്കലാണ്. വാൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. എന്താ? നിങ്ങളുടെ കൂട്ടത്തിലെ അടിമകളെയും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ സ്വതന്ത്രന്മാരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്നില്ല. അപ്പോ നാട്ടിൽ വിവാഹപ്രായം എത്തിയ വ്യക്തികളെ, ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിപ്പിക്കുക എന്നതൊരു സാമൂഹിക ബാധ്യതയാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, എൻ്റെ കുട്ടിൻ്റെ കാര്യം ഞാൻ നോക്കുക എന്നുള്ളത് മാത്രമല്ല, നാട്ടിൽ
കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നവരും ഒക്കെ ഏറ്റവും മുഖ്യമായ ഒരു സാമൂഹിക വിഷയമായി എടുത്ത് കൈകാര്യം ചെയ്യേണ്ടതാണിത്. അത് ഏതെങ്കിലും ഒരു മാട്രിമോണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറോ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. ബന്ധങ്ങൾ ചേർത്തു കൊടുക്കാനും ബന്ധങ്ങൾ നിർമ്മിച്ചെടുക്കാനും ഒക്കെ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ സാമൂഹികമായിട്ട് ചില നാട്ടിലൊക്കെ വിവാഹം മുടക്കുക എന്ന് പറയുന്നത് ഒരു സമ്പ്രദായമായിട്ട് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായാലുണ്ട്, അല്ലെ? വിവാഹം മുടക്കുക, കടകളിലും കച്ചവട സ്ഥാപനങ്ങളിലും അവിടെ ഇവിടെ ഇരുന്നിട്ട് വിവാഹം അന്വേഷിച്ചു വരുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ഒരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തിൽ സത്യസന്ധമായ ഉത്തരാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നാട്ടിൽ മുടക്കാനിരിക്കുന്നവർ മുടക്കുന്ന എല്ലാ കല്യാണങ്ങളും അങ്ങനെ മുടങ്ങേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഏറ്റവും സത്യസന്ധമായ ഉത്തരം, അന്വേഷണം നടത്തുന്ന വ്യക്തി അന്വേഷിക്കുന്നു എന്നത് അയാൾക്ക് ഒരു സുന്നത്തായ കാര്യമായിരിക്കും. എന്നാൽ അതിന് ശരിയായ മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഫറലായ ഉത്തരവാദിത്വമാണ്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യത്രേ ഉള്ളൂ, വിവാഹം എന്നത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും കൃത്യമായ രീതിയിൽ ഒരു മുസ്ലിം നിർവഹിക്കേണ്ട ബാധ്യതയായിട്ടാണ്. ഒരു മുസ്ലിം നിർവഹിക്കേണ്ട ബാധ്യതയായിട്ടാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തോട് പിന്നീട് പിൽക്കാലത്ത് എന്തേ വിവാഹം കഴിക്കാത്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുത്തരം, ഞാൻ വിവാഹം കഴിക്കാൻ മറന്നു എന്നാണ്. കാരണം അദ്ദേഹം പോരാട്ടങ്ങളിലായിരുന്നു, അദ്ദേഹം യുദ്ധഭൂമിയിലായിരുന്നു, അദ്ദേഹം വൈജ്ഞാനിക ഖണ്ഡനങ്ങളിലായിരുന്നു, അദ്ദേഹം ജയിലറയിലായിരുന്നു ജീവിതത്തിന്റെ ദീർഘമായ ഒരു കാലം, അല്ലെ? അങ്ങനത്തെ ഉത്തരങ്ങളാണ്. അത് വിവാഹം കഴിക്കേണ്ടതില്ല എന്നുള്ള ഉത്തരമല്ല അവർ കൊടുക്കുന്നത്. മാത്രല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന് മൂന്നാളുകൾ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ മൂന്നാളും 3 തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ രാത്രിയും പകലും നോമ്പെടുക്കും, ഞാൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. വേറൊരാള് അബദ, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂല, ഞാൻ അവിവാഹിതനായി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ആരാധനകളും അനുഷ്ഠാനങ്ങളും പോരാട്ടങ്ങളുമായി ജിഹാദൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടക്കും എന്ന് തീരുമാനിച്ച വ്യക്തിയോട് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ. മൂന്നാളെയും വിളിപ്പിച്ചു. പ്രവാചകൻ ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ വന്നത്. ആയിഷ ബീവിയോടാണ് ചോദിച്ചത്. അവരാണ് പ്രവാചകന്റെ രാവും പകലും പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി പ്രവാചകൻ ചെയ്യുന്നതിലേറെ കുറച്ചും കൂടി ചെയ്യണം എന്ന് അവർക്ക് തോന്നി. ഇതൊന്നും പോരാ, ഒന്നും കൂടി ഉഷാറാക്കണം എന്ന് അവർക്ക് തോന്നി. അപ്പോഴാണ് പ്രവാചകൻ അവരെ വിളിച്ച് മറുപടി കൊടുക്കുന്നത്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, ഇങ്ങനെയൊക്കെ നിങ്ങളാണോ പറഞ്ഞത്? അമാ വല്ലാഹി, എന്നാൽ അള്ളാഹുവാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയും ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തിയും ഞാനാണെങ്കിലോ ഉസല്ലി വഅർഖുദ്, ഞാൻ രാത്രി നിസ്കരിക്കലുണ്ട്, എന്നാൽ രാത്രിയുടെ ഒരു ഭാഗത്ത് ഞാൻ ഉറങ്ങലുണ്ട്. വാസൂമു വഉഫ്തിർ, ഞാൻ സുന്നത്ത് നോമ്പുകൾ എടുക്കലുണ്ട്, എനിക്ക് സുന്നത്ത് നോമ്പ് എടുക്കാത്ത ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. വാതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അപ്പോ എന്റെ മാർഗത്തിന് വിരുദ്ധമായി എനിക്ക് വിവാഹം വേണ്ട എന്നൊരാൾ നിശ്ചയിക്കുന്നത് അത് എന്റെ മാർഗത്തോട് ചേർന്നതല്ല, അവർ എന്റെ മാർഗത്തിൽപ്പെട്ടവരല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രല്ല, ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത് അയാളുടെ ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമല്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി, ഒരു വ്യക്തി വിവാഹം കഴിച്ചാൽ അയാളുടെ ദീനിന്റെ പകുതി പൂർത്തിയാക്കി. ഫല്യത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ഇനി ഒരു പകുതി ഉണ്ട്, ആ പകുതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ ജീവിക്കട്ടെ, അവന് സ്വർഗം കിട്ടും എന്നാണ്. മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ, ഒരു വ്യക്തിക്ക് അള്ളാഹു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുത്താൽ ഫഖദ് ആനഹു അലാ ശത്റ ദീനിഹി, ആ വ്യക്തിയുടെ ദീനിന്റെ പകുതി കാര്യത്തിൽ അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞു. സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയാൽ, തിരിച്ച് സ്വാലിഹായ ഒരു ആണിനെ കിട്ടിയാലോ അങ്ങനെ തന്നെയാണ്. പകുതി കാര്യം പൂർത്തിയായി, ദീനിന്റെ പകുതി കാര്യം പൂർത്തിയായി. ഫല്ലത്തഖില്ലാഹ ഫി ശത്റിൽ ബാഖി, ബാക്കിയുള്ള ഒരു പകുതി ഉണ്ട്, അതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ്. അപ്പൊ ഞാൻ ആമുഖമായി ഇവിടെ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുക എന്നുള്ളത് അയാളുടെ ചോയ്സ് അല്ല, ഒരിക്കലും അത് അയാളുടെ ചോയ്സ് അല്ല. ഏത് പെണ്ണിനെ കിട്ടുക എന്നുള്ള അയാളുടെ ചോയ്സാണ്. പക്ഷെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അവസ്ഥ എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മതപരമായ ബാധ്യതയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇസ്ലാം അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ടോ, പ്രായം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇസ്ലാം
ഒരു വ്യക്തിക്ക് ചിലപ്പോ 25 വയസ്സായാലും കെട്ടിക്കാൻ പറ്റൂല, അല്ലെ? പ്രവാചകൻ വിവാഹം കഴിച്ചതും ഇസ്ലാമിലെ വിവാഹപ്രായമൊക്കെ വലിയ ആയുധമാക്കി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇസ്ലാം എന്തുകൊണ്ട് എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം എന്ന് പറയാതിരുന്നത്? ഇസ്ലാം സർവ്വലൗകികവും സാർവകാലികവുമായ ഒരു മതമാണ്. ഏത് കാലത്തേക്കും ഏത് ലോകത്തേക്കും ഏത് അന്തരീക്ഷത്തിലേക്കും ഏത് ചുറ്റുപാടിലേക്കും 100% സ്യൂട്ടബിൾ ആണ് ഇസ്ലാമിന്റെ എല്ലാ നിയമവും. ഏതെങ്കിലും ഒരു നിയമം സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പറയുന്ന വ്യക്തിയുടെ പഠനത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ സാഹചര്യവും സന്ദർഭവും അവരങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അല്ലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പ്രധാനപ്പെട്ട ഫിലിം സ്റ്റാറുകളുടെ ഹീറോയിനുകളുടെ പ്രസ്താവന വന്നു. ഒന്നെന്താ, ആണും പെണ്ണും പിന്നെ ആണുങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു സിനിമ കാര്യത്തിനും ഒരു പെണ്ണിനെയും വിളിപ്പിക്കാൻ പാടില്ല എന്ന് IPC വേണം, നിയമം വേണം. അങ്ങനെ വിളിപ്പിച്ചാൽ മതി, വെറുതെ ഇവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചാൽ മതി, അത് കുറ്റാക്കണ നിയമം വരണം എന്നാണ് ഇതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും അവർക്കൊരു ഒറ്റപ്പെടൽ വരുന്നൊരു സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാം പറഞ്ഞ നിയമമാണ്. ഈ അടുത്ത ദിവസം വേറൊരു ഹീറോയിന്റെ പ്രസ്താവന വന്നു. സ്ത്രീയാണ് സിനിമയിൽ കാര്യമായി ഉപയോഗിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ്, സ്ത്രീ വിൽപ്പന ചരക്കാക്കപ്പെടുന്നു, അതിനാണ് ഹിജാബ് വലിച്ചു കയറാൻ ശ്രമിക്കുന്നത് എന്ന് ഇസ്ലാം കൃത്യമായി, ഇസ്ലാമിക സമൂഹം കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും, ഒരു സ്ത്രീക്ക് എപ്പോഴാണ് വിവാഹപ്രായം എത്തുക? പ്രവാചകൻ അതിന്റെ സൂചന തന്നിട്ടുണ്ട്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ സംരക്ഷണോത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആളാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ആളാണ്. റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ സംരക്ഷണോത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളാണ്. അത് ചിലപ്പോൾ 22 വയസ്സായിട്ടുണ്ടാവില്ല. നിങ്ങൾ പിടിച്ചു കെട്ടിക്കരുത്. ആ കുട്ടിക്ക് ചിലപ്പോ അത് 18 വയസ്സാകുമ്പോൾ ആയിട്ടുണ്ടാകും. 18-ൽ താഴെ പോരാൻ നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ 18-ന്റെ താഴേക്ക് നമ്മൾ പോരുന്നില്ല. വളരെ കൃത്യമാണ് കാര്യം. എന്നാൽ വിവാഹപ്രായം എത്തിയിട്ടും കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ടും പലപ്പോഴും സ്വകാര്യമായ ചാറ്റുകളിലേക്കൊക്കെ പോയിട്ടും ഒരു പുരുഷനെ ആഗ്രഹിക്കുന്ന ഘട്ടം എത്തിയിട്ടും കുട്ടികൾ കല്യാണം കഴിക്കാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. അതൊന്ന്, കാരണങ്ങൾ മാത്രം ഞാനൊന്ന് ബ്രീഫ് ചെയ്തു പോവുകയാണ്. ഒന്ന്, വാപ്പാന്റെയും ഉമ്മാന്റെയും ദാമ്പത്യം കണ്ടിട്ട് കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാകും കല്യാണം കഴിച്ച എങ്ങനെയൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന്റെ, ഒരു പ്രഭാഷകന്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചത് ഒരാൾ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി. വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ആദ്യത്തെ പർച്ചേസിന് പോയപ്പോ ഭർത്താവ് ഇങ്ങനെ ബില്ല് കാണിച്ചെടുത്തു. എത്ര റുപ്യക്കാണ് നമ്മൾ വാങ്ങിയത് എന്ന് ബില്ല് കാണിച്ചെടുത്തു. അയാൾക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ഭാര്യയെ എന്ത് ചെയ്യണം, വരവും ചെലവൊക്കെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആരെങ്കിലും ഒരാൾ. അപ്പൊ ഇത് കാണിച്ചു കൊടുത്തു. 2-3 ബില്ല് കാണിച്ചു കൊടുത്ത് വീട്ടിലെത്തിയതിന്റെ ശേഷം നേരെ ഈ കുട്ടി വിളിച്ചു. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ എന്താ, ഇവള് ചെറിയ പ്രായം മുതൽ നീണ്ട വർഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വാപ്പ ഉമ്മാനോട് ഇങ്ങനെ കണക്ക് പറയണത്. അത് അത്ര റുപ്യക്ക് വാങ്ങി, ഇത്ര റുപ്യക്ക് വാങ്ങി, അവിടെ ചെലവാണ്, ഇവിടെ ചെലവാണ്. അപ്പൊ ഈ കുട്ടി വിചാരിച്ചു എന്താ പറയാ, എന്തായാലും ഉമ്മ ഇടങ്ങാറായി, എനിക്ക് ഇടങ്ങാറാകാൻ വയ്യ. എനിക്ക് ഇടങ്ങാറാകാൻ വയ്യ. ഈ കുട്ടി ഇത് ചെയ്യേണ്ടത് അതല്ല. ഈ കുട്ടി അവരുടെ ജീവിതത്തിലെ ഇത്തരം ഒരു പ്രശ്നം റിലേറ്റ് ചെയ്ത് ബന്ധപ്പെടുത്തി ചിന്തിക്കല്ല വേണ്ടത്. പിന്നെ അയാളോട് തന്നെ തുറന്ന് സംസാരിക്കാം. ഇത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണോ, എന്റെ വീട്ടിലൊരു അനുഭവം എങ്ങനെയാണ്, അപ്പൊ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അതോടുകൂടെ ഇനി അയാൾക്ക് അങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് അതോടുകൂടെ അവസാനിക്കും. അതിന് വിവാഹം വേണ്ടാന്ന് തീരുമാനിക്കലല്ല. നമ്മളെ വാപ്പി ഉമ്മയാണ് കുടുംബജീവിതത്തിലെ 2 ആളുകളെന്ന് വിചാരിക്കലല്ല, അല്ലേ? അതല്ല എന്റെ വഴി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, എന്താ വെച്ചാൽ കൂട്ടുകാരികൾക്കിടയിൽ ഒരു പ്രത്യേക പ്രായത്തുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അവരുടെ ഹോർമോണിക് സിറ്റുവേഷൻ അവരെ കൊണ്ട് അവരുടെ സംസാരത്തിലും വർത്താനത്തിലും ട്രോളിലും തമാശയിലും ഒക്കെ കല്യാണവും കാര്യമൊക്കെ കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും കൂട്ടുകാർക്കിടയിൽ നിന്ന് കേട്ട കഥകൾ നമ്മുടെ കുട്ടികളെ വിവാഹ കാര്യത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്താത്താന്റെ അളിയാക്കാന്റെ അനുഭവം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ചെറിയ പ്രായത്തില് കല്യാണം കഴിപ്പിച്ചു വിട്ട് ഇത്താത്താന്റെ ഹസ്ബൻഡ് ആക്സിഡന്റിൽ മരിച്ച് പിന്നെ ഇത്താത്ത ഒറ്റയ്ക്ക് ജീവിക്കേണ്ടുന്ന കഥ
അതായിരിക്കും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? പിന്നെ വമാമിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഓരോ ആളുകളുടെയും കാര്യത്തിലുള്ള പടച്ചോൻ വേറെ വേറെ തന്നെ എഴുതി വെച്ചതാണ്. ഭൂമിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അല്ലെ, മലേഷ്യൻ ഫ്ലൈറ്റ് ആകാശത്തേക്ക് പൊങ്ങണമെന്നും എന്നിട്ടത് റഡാർ സിഗ്നലുകളിൽ നിന്ന് അപ്രത്യക്ഷമാകണമെന്നും പിന്നീട് ഒരിക്കലും അത് കണ്ടെത്തപ്പെടുകയില്ലെന്നും അതിലെ 246 യാത്രക്കാർ അവര് കോലാലംപൂരിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നിട്ട് ഇനി ഒരിക്കലും അവരുടെ കുടുംബ വീടുകളിലേക്ക് ചെല്ലില്ല എന്നും പടച്ചോൻ പണ്ട് എഴുതി വെച്ചതാണ്, റബ്ബ് എഴുതി വെച്ചതാണ്. പിന്നെ വയനാടിലെ മലനിരകളിലൂടെ കുത്തിയൊഴുകുന്ന 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും പ്രത്യക്ഷപ്പെട്ട അതിഭീകരമായ പ്രളയജലം അവിടുത്തെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നക്കിയെടുക്കുമെന്ന് പടച്ചോൻ നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇനി മലയടിവാരത്തിൽ എവിടെ ഞങ്ങൾ ജീവിക്കൂലാൻ തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? മലന്റെ അടിയിൽ മാത്രമല്ലല്ലോ വെള്ളം, നമ്മളെ കാലിൻ്റെ വെള്ളല്ലേ, അപ്പൊ വരൂലേ? ഇത് മരിക്കാതൊക്കെ വേണോ? വെച്ച് കുത്തി വീണിട്ട് നമ്മളിവിടെ അടുത്തൊരു പ്രദേശത്ത് ഒരാൾ വെച്ച് കുത്തി വീണ് തലയടിച്ചു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരെ മയ്യത്തോട് കൊണ്ടുവന്നു. ഒരു ചെറിയ ഒരു ഇഞ്ചക്ഷൻ പോലും ജീവിതത്തിൽ എടുക്കേണ്ടി വരാത്തൊരു മനുഷ്യൻ, ഗുളിക കഴിക്കേണ്ടി വരാത്തൊരു മനുഷ്യൻ, അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് പച്ചക്കറിയൊക്കെ ആണെങ്കിലും മൂപ്പരിങ്ങനെ നുള്ളിക്കൊണ്ടെന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അപ്പോ വേറുള്ളവരുടെ ട്രാജഡി നോക്കിയിട്ട് കല്യാണം വേണ്ടെന്ന് ചില കുട്ടികൾ തീരുമാനിക്കും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടീച്ചേഴ്സും സിലബസും ഇത് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഉത്തരവാദിത്തപൂർവ്വമാണ് ഞാൻ പറയുന്നത്. ടീച്ചേഴ്സും സിലബസും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അവരുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയത്തിന്റെ കഥയാണ് കുട്ടികളോട് പറയാം. സംഭവം പഠനത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനാണ് പറയണത്. ഞാൻ എല്ലാ അധ്യാപകരും അങ്ങനെ, ഞാൻ അധ്യാപകനാണ്, എല്ലാ അധ്യാപകരും അങ്ങനെ ഞാൻ പറയില്ലല്ലോ. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. മാത്രമല്ല സിലബസുകളും സിലബസിന്റെ അനുബന്ധങ്ങളൊക്കെ ഗൈഡ് ചെയ്യണതും അങ്ങനെ തന്നെയാണ്. ലൈംഗികത നിർവഹിക്കണമെങ്കിൽ വിവാഹം വേണ്ട എന്നാണ് പുതിയ കാഴ്ചപ്പാട്. അതായത് നമ്മുടെ സമൂഹത്തിലെ ലൈംഗിക കാഴ്ചപ്പാട് എന്താ? പുരുഷനും സ്ത്രീയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിവാഹ ജീവിതം നയിക്കുന്ന വിവാഹ ബന്ധമാണ്. ആ വിവാഹ ബന്ധത്തിന് പകരം വിവാഹ ബന്ധത്തിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിന്റെ ആവശ്യമല്ല, പുരുഷനും സ്ത്രീയും തന്നെ ആവേണ്ടതില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റിൽ നിന്ന് അവർ പിന്നോട്ട് പോന്നിട്ടില്ലെന്ന് മാത്രമല്ല, സിലബസിനെ പൊതുവായി അങ്ങനെ അട്ടിമറിക്കാനുള്ള അജണ്ട ഉണ്ടായപ്പോൾ ആ അജണ്ടക്കെതിരിൽ മതവ്യത്യാസമില്ലാതെ സംഘടനാ വ്യത്യാസമില്ലാതെ സർവരും ഇത് മുന്നോട്ട് വെക്കുന്ന, ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന, വിദ്യാഭ്യാസ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളുകളുടെ കൂട്ടായ്മയിലെ അംഗങ്ങളടക്കം പ്രതിരോധം തീർത്തിട്ടും 9ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്നത് അധ്യാപകൻ കാണുന്നത് അത് വായിച്ചവിടെ എത്തുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് സിലബസുകൾക്കുള്ളിൽ ഇങ്ങനത്തെ കെണിയുണ്ട്. മാത്രല്ല, എനിക്ക് വ്യക്തിപരമായി അറിയാം, ഞാൻ ഉത്തരവാദിത്തപൂർവ്വമാണ് പറയുന്നത്, വ്യക്തിപരമായി അറിയാം. ഞാൻ പങ്കെടുത്തൊരു സദസ്സിൽ ഒരു കുട്ടി എണീറ്റ് നിന്നിട്ട് ലെസ്ബിയൻ സെക്സ്, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട ഐഡിയാസ് ടീച്ചർ ഷെയർ ചെയ്തതിനെ കുറിച്ച് വളരെ പബ്ലിക്കായി മൈക്കയിൽ സംസാരിച്ചത് എനിക്ക് വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് നമുക്ക് ഞാൻ അങ്ങനെ തന്നെ ഇത് ഓപ്പണായി വിഷയം പറയാനുള്ള കാരണം അതാണ്. ടീച്ചർ, അധ്യാപകൻ എന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റോൾ മോഡലാണ്. മാഷ് ടീച്ചറെ കുട്ടി പകർത്തും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ മാഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു മാഷോ ഒരു ടീച്ചറോ അല്ലാത്തത് ഉണ്ടാവില്ല. ഒന്നുകൂടി ഞാൻ എഡിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആൽഫ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ടാവില്ല. കാരണം വടിയും ഇടിയും ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് അടി കിട്ടിയ ഓർമ്മയായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക, അല്ലേ? അപ്പൊ അതൊരു വിഷയമാണ്. ഇനി പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈംഗികത സംബന്ധിച്ച തെറ്റായ കുറെ കാഴ്ചപ്പാടുകൾ കേട്ടും പഠിച്ചു അറിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ അത്തരം കാഴ്ചകളിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ കണ്ട് ഭയക്കുന്നത് കൊണ്ട് ഇത്തരം മേഖലകളിൽ നിന്ന് കുട്ടികൾ വിട്ടു നിൽക്കുന്ന, അങ്ങനെ ഒരു കാര്യം നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയപ്പാടോടുകൂടെ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. ലിബറൽ സ്വാധീനങ്ങൾ. എന്താ ലിബറൽ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത്? ലിബറൽ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലൈംഗികത നിർവഹിക്കാൻ ഒരു വിവാഹത്തിന്റെ ആവശ്യമല്ല. അതിന് ബെസ്റ്റ് ഫ്രണ്ടിനോട് തന്റെ ആവശ്യം വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കാം എന്നാണ് ക്യാമ്പയിൻ. ഇവിടെ ഇരിക്കണ
98% ആളുകളും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഉള്ളവരല്ല. ഉറപ്പിച്ചു പറയാം. ഇവിടെ ഇരിക്കണേൽ ഒരു ചുരുങ്ങിയ 5 ആൾ അത്ര ഉണ്ടാവുള്ളൂ. അത്ര ഉറപ്പിച്ച് ഞാൻ പറയണം. മാക്സിമം കൂടിയ 10 ആൾ. അപ്പൊ അവിടെ എന്താ നടക്കണം നമുക്കറിയില്ല. അവിടുത്തെ ക്യാമ്പയിൻ ആണത്. കേരളത്തിൽ നമുക്ക് ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് വേണമെന്ന് ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന്റെ ഉത്തരം എന്താ? വേണമെന്നാണ്. മഹാഭൂരിപക്ഷ ആളുകളുടെ ഉത്തരം വേണമെന്നാണ്. അത് മഹാഭൂരിപക്ഷത്തിന്റെ ഉത്തരം അങ്ങനെ ആയിട്ടല്ല. വേണ്ടാന്ന് പറഞ്ഞവരുടെ ഉത്തരങ്ങളൊന്നും എന്ത് ചെയ്യൂല, വീഡിയോ അപ്ലോഡ് ചെയ്യൂല. അപ്പൊ അങ്ങനത്തെ ഒരു പൊതുബോധം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടാക്കുകയാണ്. ഒക്കെ നിസ്സാരവൽക്കരിച്ച് നോർമലൈസ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇനി സോഷ്യൽ മീഡിയ നെഗറ്റീവ് ക്യാമ്പയിനുകൾ അതിന്റെ ഒരു കാരണമാണ്. ഭാര്യ ഭർത്തൃബന്ധം ഇങ്ങനെ ട്രോളുന്ന കുറെ കഥകള്. ഭാര്യ ഭർത്തൃബന്ധം ഇപ്പം ചിലപ്പോഴൊക്കെ ജോലി സ്ഥലത്തൊക്കെ ടൂർ പോണിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും ഒക്കെ പറയും, എന്താ ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ പിന്നെന്തിനാ ടൂറ്? അത് വളരെ സീരിയസ് ആയി പറയണമെന്നല്ല, അത് വിശ്വസിച്ച് പറയണമല്ല, ഒരു പോരാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ക്യാമ്പയിനുകൾക്ക് നമ്മൾ അടിപ്പെടുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണ്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതാണ് വേറൊരു കാര്യം. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരു വ്യക്തിയുടെ കാൽ കീഴിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന അവർക്ക് മനസ്സുറക്കാത്ത പ്രായത്തിൽ അവരെ ആരെങ്കിലും മിസ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിവിടെ വളരെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തണം. നമ്മുടെ കുട്ടികൾ ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ പാരന്റ്സ് ചെയ്യണം. അല്ലാതെ വിവാഹം കഴിക്കണം എന്ന് വെറുതെ നിർബന്ധിച്ചുകൊണ്ട് കാര്യമില്ല. അവരുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. ചിലപ്പോ പ്രണയങ്ങൾ ഉണ്ടാകും. ആ പ്രണയങ്ങളായിരിക്കും. തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാകും. ആ സങ്കല്പങ്ങളായിരിക്കും. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വ്യക്തിയെ സംബന്ധിച്ച പ്രായത്തിൻ്റെതായ തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാകും. അയാളുടെ ശരീര വർണ്ണനകൾ ഉണ്ടാകും. അയാളുടെ പെരുമാറ്റ രീതികളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. എന്നാൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇതൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാകുക. ഇതൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാകുക. നോക്കൂ നിങ്ങൾ, ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തെ പഠിപ്പിച്ചത് എന്തിനാണ്? കുട്ടികൾ ഉണ്ടാകാനാ? തലമുറ നിലനിൽക്കാനാ? മനുഷ്യവംശം നിലനിൽക്കാനാ? അതൊക്കെ വിവാഹത്തിന്റെ ആവശ്യങ്ങളാണ്. പക്ഷേ ഇസ്ലാം വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇസ്ലാം അതിനാണ് വിവാഹത്തെ നിശ്ചയിച്ചത്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ തന്നെ അവൻ ഇണയെ ഉണ്ടാക്കി തന്നു. ഏതോ രണ്ട് നാട്ടിൽ കിടന്ന രണ്ടാള് ഒറ്റ വാക്ക് പറഞ്ഞിങ്ങനെ വാപ്പിയും അയാളും കൂടിയും കൈയെടുത്ത് പിരിഞ്ഞ് പിന്നെ അവർ ഒരിക്കലും വേർപിരിയാത്തത്ര ആഴമുള്ള ആത്മബന്ധത്തിലേക്ക് എത്തുന്ന ഒരു വല്ലാത്ത മഹാസംഭവം. ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്, ആദ്യമായിട്ട് ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷെ അവർ തമ്മിൽ ആഴമുള്ള ആത്മാർത്ഥമുള്ള കനമുള്ള ബന്ധം. അല്ല, അതൊരു അത്ഭുതം തന്നെയാണ്. ഇനി എന്തിനാണ് ലിതസ്കുനു ഇലൈഹ? അവൻ അവളിലേക്കും അവൾ അവനിലേക്കും ശാന്തി അടയാൻ വേണ്ടിയാണ്. എല്ലാ സമാധാനം പോകാനല്ല വിവാഹം. 100% ശാന്തിയും സമാധാനം ഉണ്ടാകാനാണ് വിവാഹം. വജഅല ബൈനക്കും മവദ്ദത വറഹ്മ. പക്ഷെ അതിനെന്ത് വേണം? മവദ്ദത്തും റഹ്മത്തും കിട്ടണം. രണ്ടാക്കും മവദ്ദത്തും റഹ്മത്തും കിട്ടണം. മവദ്ദത്ത് പറഞ്ഞാൽ എന്താ? സ്നേഹം. റഹ്മത്ത് പറഞ്ഞാൽ എന്താ? കാരുണ്യം. ഇത് രണ്ടും കിട്ടണം. ഈ മവദ്ദത്തും റഹ്മത്തും ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ഭർത്താവിന്റെ തലയിലെ മുടി കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന്റെ കളർ കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ കിട്ടിയ ഭർത്താവിന് ചെറിയൊരു വൈകല്യം പോലെ എന്തോ നടത്തത്തിലൊരു ചതുക്കലുണ്ട്, വന്നപ്പോ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവളുടെ ശരീരം തുറന്നപ്പോ അവളുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു പാട് കിടക്കുന്നുണ്ട്, പണ്ട് തീപ്പൊള്ളലേറ്റതിന്റെ ഒരു പാടാണ്. ഇതൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും എൻ്റെ വളരെ വ്യക്തിപരമായ തലത്തിൽ കേട്ട ചില കാര്യങ്ങളാണ്. വിവാഹം മുടങ്ങി വേണ്ടാന്ന് തീരുമാനിച്ച് പിരിഞ്ഞു പോകാൻ വിചാരിക്കുന്ന കുട്ടികൾക്ക് നടുക്കെ ഇരിക്കുമ്പോ കേട്ട കമന്റ്സാണ് ഞാൻ പറയണത്. എന്നോടത് പറഞ്ഞ കുട്ടികൾ ക്ഷമിക്കുക, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയണേ ഞാൻ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മൂപ്പര് മുണ്ടാട്ടം കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്കുള്ള ഏറ്റവും ശക്തമായ മെസ്സേജാണിത്. മവദ്ദത്തും റഹ്മത്തും ഉള്ളിലേക്ക് കയറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യവും പ്രണയവും ഇസ്ലാം പ്രണയിക്കാൻ ഏറ്റവും ശക്തമായി പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് വിവാഹം കഴിഞ്ഞതിന്റെ ശേഷമാണെന്ന് മാത്രം, അല്ലേ? അങ്ങനത്തെ ഒരു സംഗതിക്ക് എത്തുമ്പോൾ എത്തിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എവിടേക്ക് എത്തറിയോ? പടച്ചോനോട് പ്രാർത്ഥിച്ച് അതിൽ വിശ്വസിച്ച് പോകുന്ന ഒരാൾക്ക് പടച്ച റബ്ബ് അതിന്റെ ശരിയായ മധുരം കാണിച്ചു കൊടുക്കും. ശരിയായ മധുരം കാണിച്ചു കൊടുക്കും. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന. നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണ്, അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. എന്താ വസ്ത്രം ചെയ്യണ ഉത്തരവാദിത്വം? വസ്ത്രം ചെയ്യണ ഉത്തരവാദിത്വം നമ്മുടെ എല്ലാ ന്യൂനതകളെയും മറച്ചിട്ട് നമുക്ക് സമ്പൂർണ്ണ ഭംഗി തരലാണ്. ഭർത്താവിന്റെ എല്ലാ കുറവുകളെയും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? ഭാര്യ ഏറ്റെടുക്കണം. ഭാര്യന്റെ എല്ലാ കുറവുകളെയും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? ഭർത്താവ് ഏറ്റെടുക്കണം. ലോകത്ത് ഒരാൾക്കും സമ്പൂർണമായ ഒരു ദാമ്പത്യം കിട്ടൂല. 100ക്ക് 100 മാർക്കുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകൾക്ക് ഫീൽ ചെയ്യും എനിക്ക് 100ക്ക് 100ആണ്. എന്താ കാരണം? അവർക്ക് പലതും മിസ്സിങ് ആയിരിക്കും, പക്ഷെ വേറെ പലതിലും അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പോ അവർക്ക് 100% ഫീൽ ചെയ്യണാണ്. അപ്പോ ദുന്യാവിന്റെ കുറവ് കുറേ ഉണ്ടാവും സുഹൃത്തുക്കളെ. ഏത് ദാമ്പത്യത്തിനുണ്ടാകും ദുന്യാവിന്റെ കുറവുകൾ. ആ ദുന്യാവിന്റെ കുറവുകളെ നമുക്ക് നമ്മുടെ പ്രണയം കൊണ്ട്, സ്നേഹം കൊണ്ട് മറികടക്കാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ മറികടന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഖദീജ ബീവി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ പ്രവാചകനേക്കാളും പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. പ്രവാചകനേക്കാളും പ്രായമുണ്ട്. പ്രവാചകനേക്കാളും പ്രായമുള്ള, മോണ കാട്ടിച്ചിരിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിത്തുടങ്ങിയ മറ്റു 2 പുരുഷന്മാരുടെ കൂടെ ജീവിച്ച ഖദീജ ബീവിയുടെ കൂടെ, ശരീരത്തിലെ ചർമ്മങ്ങൾ ചുളിഞ്ഞ ഖദീജ ബീവിയുടെ കൂടെ പ്രവാചകൻ ജീവിച്ചപ്പോ പക്ഷേ ഖദീജ ബീവിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ തൊണ്ടയിടറി. എന്റെ ഖദീജ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചു, അല്ലെ? ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് പ്രവാചകൻ പലപ്പോഴും ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടേ കൊടുക്കാറുണ്ടായിരുന്നു. ഖദീജ ബീവി മരിച്ച ഡേറ്റ് നോക്കി 3ന്റെ അന്ന്, 40ന്റെ അന്ന്, 7ന്റെ അന്ന് അല്ല. അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്താണ്. അതല്ലാതെ നമുക്ക് ചെയ്യേണ്ടതിന് കുഴപ്പമില്ല, അല്ലേ? നമ്മളൊരു മൂരിനെ അറുത്തിട്ട് അതിന്റെ ഭക്ഷണം നമ്മളെ വാപ്പാന്റെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ കൊടുക്കണ എന്താ കുഴപ്പം? അത് വാപ്പാന്റെ പേരിൽ അറക്കണമല്ല, മൂരിനെ അറുത്തപ്പോ കൊടുക്കണാണ്. അത് വാപ്പാന്റെ സുഹൃത്തുക്കളെ, വാപ്പാന്റെ സഹോദരങ്ങളെ ഒക്കെ പരിപാലിക്കുന്നത് വാപ്പാക്ക് ഖബറിൽ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ഹദീസിൽ പ്രത്യേകം വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയണത്, ഹഫ്സ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവിനെ, ഖദീജ ബീവിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ വലുപ്പം ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരു വലിപ്പം കുറവായിരുന്നു, കുള്ളത്തിയായിരുന്നു എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന പ്രയോഗം നടത്തിയപ്പോൾ പ്രവാചകൻ ശാസിക്കുന്നുണ്ട്, ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ തുടർന്ന് പറയാം. ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എത്രയേ ഉള്ളൂ. പല കാരണങ്ങളാൽ നമ്മുടെ കുട്ടികൾ വിവാഹത്തെക്കുറിച്ച് ഭയക്കുന്ന സാഹചര്യമുണ്ട്. അവരെ ശരിക്കത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റും. വിവാഹം എന്നതൊരു നിശ്ചിത പ്രായമാകുമ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കൽ ആവശ്യമാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആവശ്യമാണ്. അത് വിവാഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും മക്കൾ ഉണ്ടാകലോ കുട്ടികളില്ലാത്തവരോടെ ജീവിക്കണില്ലേ, ഒന്നല്ല എന്റെ ലക്ഷ്യം. ആസ്വദിക്കലാണ്, ആശ്വസിക്കലാണ്, സമാധാനിക്കലാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. 2 ആൾ കൂടി സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ നിലക്ക് കാര്യങ്ങൾ എടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വിവാഹം കഴിക്കാൻ പറയുക മാത്രമല്ല ഇസ്ലാം ചെയ്തത്, വിവാഹം നിലനിൽക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകി എന്നുള്ളതാണ്. വിവാഹം നിലനിൽക്കാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖുൻ റളിയ മിൻഹാ ഉഖ്റ. അവളിൽ നിനക്ക് എന്തെങ്കിലും അത്ര തന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടാൽ, നിനക്ക് ഇഷ്ടമുള്ള എത്രയോ കാര്യം അവളുടെ അടുത്തില്ലേ, അത് നീ സ്വീകരിച്ചോ. തിരിച്ചും ഭർത്താവിന്റെ അടുത്ത് ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടാൽ, ഇഷ്ടമുള്ള എത്രയോ കാര്യമല്ലേ. ഇപ്പൊ കള്ളൂടിനെ കുറിച്ചല്ല പറഞ്ഞ്, മദ്യപിക്കണിനെ കുറിച്ചല്ല, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ കുറിച്ചല്ല. പെരുമാറ്റം, ശൈലി, മാനറിസം, ആക്ഷൻ, അല്ലേ? കണ്ണുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു കാട്ടലുണ്ടാവും. അതായിരിക്കും ഒരു കുട്ടിക്ക് വിവാഹബന്ധം തുടരണയിലുള്ള പ്രശ്നം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വിവാഹം കഴിച്ച് അങ്ങനെ ആകാലോ. ഒരു ഭാഗം പാരലൈസ് ചെയ്യാലോ. മലമൂത്ര വിസർജനത്തിന് പോലും കഴിയാത്ത വിധമുള്ള അവസ്ഥയ്ക്ക് എത്താലോ. അതൊന്നും കുറവല്ല. ഹൃദയത്തിന്റെ വിശുദ്ധിയും ഹൃദയത്തിന്റെ നന്മയുമാണ്. അത് ദീനിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ വിവാഹ ജീവിതം ഭയങ്കര മനോഹരമായിരിക്കും.
അത് മനോഹരമാണെന്ന് തെളിയിക്കുന്ന ധാരാളം അനുഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. കാര്യങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തി ശ്രദ്ധാപൂർവം കാര്യങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് പഠിച്ച് കാര്യങ്ങൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.